പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിലാണ്. അത് എൻ്റെ വാർഡും കൂടെയാണ്. അപ്പം ഞാൻ പല വാർഡുകളിലൊക്കെ പോയി വഴിയുടെയൊക്കെ മോശം വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് 9ാം വാർഡിനെ പറ്റി തന്നെ ഇതുവരെ ഒന്നും പറയാത്തെന്ന്. അപ്പം ഞാൻ നമ്മുടെ മെമ്പറുടെ വീടിന്റെ വാതിലൊന്ന് കാണിക്കുകയാണ്. ഞങ്ങളുടെ 9ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ വീടിന്റെ വാതിൽ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ആ റോഡും ഒന്ന് കാണുക. പിന്നെ ഞാൻ ആരോടാ പരാതി പറയേണ്ടതെന്നും കൂടെ നിങ്ങളൊന്ന് പറയണം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തോപ്പിൽപ്പടി ചേരാമ്പേരി റോഡാണ്. ഈ റോഡിലാണ് ഞങ്ങളുടെ 9ാം വാർഡ് മെമ്പർ താമസിക്കുന്നത്. അപ്പം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മെമ്പറുടെ വീടിൻ്റെ വാതിക്കലോട്ട് എത്തുകയാണ്. ഇതിവിടെ ഈ വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷക്കാലമായി. അതിന് തൊട്ട് മുന്നിൽ ഒരു വീട് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ തന്നെ ഒരു പണ്ട് കാലത്തൊരു ഓടയുണ്ടായിരുന്നു. അതിപ്പം 2 കൂട്ടർ അത് കൈ ഏറിയിരിക്കുകയാണ്. അപ്പോൾ ഓടയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ മതിലൊക്കെ കെട്ടി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ റോഡിൽ അതിൽ നടന്നു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ ആൾക്കാർ നടന്നു പോകുന്നൊരു വഴിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ സ്വല്പം നടന്നപ്പോഴത്തേന് എൻ്റെ കാലം മുഴുവൻ ചെള്ളയായി. അപ്പം നമുക്ക് അവിടുന്ന് ഇനിയിപ്പോൾ മെമ്പറുടെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരാം. തിരിച്ച് മെമ്പറുടെ വീട്ടിലോട്ട് പോകേണ്ട ഒരു വഴിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് വേറെ ഒരു വഴിയുണ്ട്, നമുക്കതും കൂടെ ഒന്ന് വേണം. എല്ലാവരും മതിൽ കെട്ടി കയ്യേറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴുകാൻ സ്ഥലമില്ല. അപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ല, വയനാട്ടിൽ വെള്ളം വന്ന പോലെ ആ വെള്ളത്തിന് തീരുമാനിക്കുക ഇതിലേ വേണമെങ്കിലും പോകാമെന്നുള്ളത്. അതുപോലെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മുടെ കൈതപ്പാടത്തിന് പോകുന്ന വഴിക്ക് ഇവിടെ നിന്നാണ് എസ്.എൻ. വാർഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇതിലെ നമുക്ക് സ്വല്പം മുന്നോട്ട് പോകാം. ഇതിലേ പോയാലും നമ്മുടെ വാർഡ് മെമ്പറുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴി മുഴുവൻ തകർന്ന് കിടന്നിട്ട് ഒരു 15 വർഷക്കാലമെങ്കിലും ആയിട്ടുണ്ട്. 15 ഏറ്റവും കുറഞ്ഞ. ഇവിടുന്ന് വലത്തോട്ട് റോഡുണ്ട്, അതും തകർന്ന് കിടക്കുകയാണ്. അത് പിന്നെ കാണിക്കാം. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് അഞ്ചേരി പുതിയകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടുള്ള റോഡാണ്. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന കൂടുതൽ ആൾക്കാർ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ വഴിയുടെ ഒരു അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കാണുക. ഇവിടുന്ന് ഇടത്തോട്ടാണ് മെമ്പറുടെ വീട്ടിലോട്ട് പോകുന്നത്. നമുക്ക് പോയിട്ട് തിരിച്ച് വരാം. ഈ വഴിയൊന്നും പോയിട്ട് നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് വലത്തോട്ട് പുതിയാവ് ദേവീക്ഷേത്രത്തിലോട്ടുള്ള വഴിയൊന്ന് പോവുകയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് കാണാം ഇതിലെ എങ്ങനെ നടക്കുമെന്നൊന്ന് ഓർത്ത് നോക്കിയേ. കണ്ടോ, ഇതിപ്പം മഴ കുറഞ്ഞ സമയത്താണ്. മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിലെ നടന്നു പോകാൻ പോലും മേലാത്തൊരവസ്ഥയാണ്. 100-300 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ്. എസ്.എൻ. വാർഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശത്താണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ തൊട്ടടുത്താണ് അഞ്ചേരി പുതിയാവ് ദേവീക്ഷേത്രം ഉള്ളത്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാർ മുഴുവൻ വാഹനമായിട്ട് വരുന്നത് ഈ വഴി. അപ്പം നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോയിട്ട് മെമ്പറുടെ വീട്ടിലോട്ടുള്ള വഴിയെ നമുക്ക് വീണ്ടും കയറാം. അപ്പോൾ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിലൊന്നും കട്ടപ്പന ഹൈ റേഞ്ച് പ്രദേശമൊന്നും പോകേണ്ടത്. ഇതിലേ വന്നാൽ മതി. ഇതേ കാണാം. ഇതിലെ 2 വീലർ പോലും കയറിപ്പോകാൻ പറ്റാത്ത വിധം തകർന്ന് കിടക്കുകയാണ്. കണ്ടോ, ഇതിലെ 2 വീലർ മുകളിലോട്ട്, ഇവിടെ തൊട്ട് മുകളിലൊരു 2 വീലർ വർക്ക്ഷോപ്പുണ്ട്. അവിടെ വരുന്ന വണ്ടിക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട് ഇതിൽ എങ്ങനെ വണ്ടിയും കൊണ്ട് ഞങ്ങൾ വരുമെന്ന് ചോദിക്കും. ഇതുണ്ടോ, ഇതുപോലെ തകർന്ന് തരിപ്പണമായ, അത് തന്നെയല്ല റോഡിൻ്റെ ഇരുവശങ്ങളിലും കാട് നിറഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ, 2 വശത്തോടെ. ഇതിലേക്ക് രാത്രിയിൽ ആൾക്കാർക്ക് പോകാൻ പേടി. അതുപോലെ കാട് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് 2 വീലർ വർക്ക്ഷോപ്പ് ഉള്ളത്. ഇതിന് ഇവിടെ ഈ റൈറ്റ് സൈഡിലെ വീട്ടിലാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടുന്ന് നമ്മൾ സ്വല്പം താഴോട്ട് പോകുമ്പോഴത്തേനാണ് മെമ്പറുടെ വീട്. ഈ ഇറങ്ങുമ്പോഴത്തേന് ഇതിലെ വണ്ടിയും കൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പാറാട്ട മന്ദിരത്തിലെ പോകേണ്ടി വരും. ഇത് ഈ വലത്തോട്ട് പോകുന്ന വഴിയാണ് മെമ്പറുടെ വീട്. 9ാം വാർഡ് മെമ്പറുടെ വീടാണ്. അപ്പം നമ്മൾ കുറച്ച് മുമ്പേ വന്നത് ഇതിൻ്റെ മുന്നിലെ വെള്ളക്കെട്ടിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്.
ഉണ്ട്. ഇവിടെ റോഡിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, തോപ്പിപ്പടി ചേരാമ്പേരിൽ റോഡ്. $3 ലക്ഷം ഒരു വർക്ക് ഇവിടെ നടന്നതാണ്. അതിനുശേഷമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പം നമ്മൾ 9-ാം വാർഡുകാർക്ക് ആരോടും വഴിയുടെ കാര്യത്തിൽ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം അതിമനോഹരമായിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്കിനിയും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ്.